ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എത്രയോ മാസങ്ങൾക്ക് ശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇടുകയാണ്. ഇതിനുള്ള മെയിൻ റീസൺ ആ ഒരൊറ്റ കമൻറ്റാണ്. അതിട്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, ഒരു 1-2 വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും എനിക്ക് കോമൻ്റ് ഇടും, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ആ ഒരൊറ്റ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോയുടെ മോട്ടിവേഷൻ ആ കുട്ടിയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പം നേരെ ഞാൻ എണീറ്റു, ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു, നേരെ ജിമ്മിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 months ആയിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര കൺസിസ്റ്റൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പാവും. പക്ഷേ ഇപ്പോൾ ഒരു 2 weeks ആയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോട്ടെ വിചാരിക്കുന്നു. അപ്പം ഞാനൊരു ചബ്ബി പേഴ്സണാണ് കേട്ടോ. ഫ്രം ദ ബിഗിനിങ് ഞാനങ്ങനെ ഭയങ്കര ലീനായിട്ടുള്ള ഒരു ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്താ പറയുക, ഞാൻ ഇപ്പം ജിമ്മിൽ പോകാനുള്ള മെയിൻ റീസൺ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ, ഞാൻ വീട്ടിലാണ് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്, അറ്റ്ലീസ്റ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ജിമ്മിൽ ഞാൻ അധികം ഫോൺ യൂസ് ആക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടുമില്ല. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. പുട്ടും മുട്ടയാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ കൂടെ കോണും ഞാൻ കഴിക്കുന്നുണ്ട്. ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോണിൽ ബട്ടറും സോൾട്ടും കൂടി ഇട്ടിട്ട് കഴിക്കാനുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് ഒരു 2 ദിവസം മുന്നേ എൻ്റെ അമ്മ വണ്ടിയിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കാലിൽ ബാൻഡേജൊക്കെ ഇട്ടിട്ട് അമ്മ റെസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസമായിട്ട് കംപ്ലീറ്റ് കുക്കിംഗ് ഞാനാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് തലേ ദിവസം തന്നെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ എന്താ പറയുക, ഡെയിലി ബേസിസിൽ എപ്പോഴും കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വയ്യ എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കമ്മിങ് ടു ദ പോയിൻറ്റ് വെയർ ഞാനിപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഞാൻ എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ. കാരണം എനിക്ക് കാണിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, രാവിലെ എണീക്കും, ഫോണിൽ തോണ്ടും, പിന്നെ ജിമ്മിൽ പോവും, വരും, ഫോണിൽ തോണ്ടും, എന്തെങ്കിലുമൊക്കെ കാണും, അനിയത്തിയെ പിക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഒക്കുപ്പൈഡാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാനാണ് ആ കപ്പാണിയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണിയേ കഴിഞ്ഞിട്ടില്ല, അവർ ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ വീട്ടിലിരിക്കുവാണ്. അപ്പം ഓൾമോസ്റ്റ് നവംബർ ഹാഫോട് കൂടി എന്തായാലും നമ്മുടെ ഗ്രാജുവേഷൻ, ഞങ്ങളുടെ കോൺവെക്കേഷൻ കാണും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ജോബായോ, എന്ത് ചെയ്യുക, പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ജോബൊക്കെ കുറച്ച് നാൾ ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മാസ്റ്റേഴ്സും ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് വെയർ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസണും കേട്ടോ. കാരണം എന്താ ഞാനിപ്പോൾ കാണിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതന്നെ. പക്ഷേ ഇപ്പം ദൈവം സഹായിച്ച് എനിക്കൊരു ഒരാഴ്ചയായിട്ട് നല്ല പണിയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുക്കിംഗ്, ക്ലീനിങ്, ഇതൊക്കെയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ഒരു വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക പരിപാടികളിൽ എനിക്കൊരു സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും ഞാൻ. കാരണം എന്താ പറയുക, അത്രമാത്രം ഞാനിപ്പം അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്കും തോന്നാറുണ്ട്. എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫിഷ് കറിയൊക്കെ ചെയ്യുന്നത് തന്നെ കേട്ടോ. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ഉണ്ടാക്കി. ഫിഷ് കറി, സാമ്പാർ, ക്യാബേജ് തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഫിഷ് ഫ്രൈ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലഞ്ചിൻ്റെ എന്താ പറയുക കറികൾ. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അമ്മയും അച്ഛനും പറഞ്ഞു. നമ്മൾക്ക് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഈ ചോറും കറികളും വെക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വെറൈറ്റീസാണ് ട്രൈ ചെയ്യാറ്. അങ്ങനെ ഞാൻ ബ്രൂം കോഫി പൗഡറും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് പോയി പെട്ടെന്ന് കുളിച്ചു. കാരണം എൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി വന്നിട്ട് എൻ്റെ അനിയത്തിയെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ പോയി അവളെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മഴയുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം അവളെ പോയി സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ കുറേ നേരം ചുമ്മാ ഇരുന്ന് ഫോണിൽ കുത്തി, പിന്നെ എന്താ പറയുക, TV കണ്ടു. അപ്പോഴത്തേക്കും ഒരു 6-6:30 ഒക്കെ ആവാറായി. അപ്പം അച്ഛൻ ചായ ഇട്ട് തന്നു കേട്ടോ. അങ്ങനെ മെല്ലെ ചായയൊക്കെ കുടിച്ച് റസ്ക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഓൾമോസ്റ്റ് ചായയൊക്കെ കുടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിക്കും. അത് മസ്റ്റാണ്, ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ
നമ്മൾ എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു മൂവിയോ എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പോൾ അതാണ് മെയിൻ പരിപാടി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കമ്മട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ കണ്ടിരിക്കുമായിരുന്നു. കുറച്ച് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബ്രെഡും ഓംലെറ്റും ആയിരുന്നു. അതിനുശേഷം പപ്പായയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. വേറെ ദിവസങ്ങളിൽ ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.